ഒരു വർഷം മുമ്പാണ് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കേറിയത്. വിവാദങ്ങൾ അവസാനിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ സൂംബ ഡാൻസ് അഭ്യസിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമാണ് ഉണ്ടാകുന്നത്. എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സൂംബ എന്താണെന്ന്. ഇതുവരെയും അത്രയും അധികമായിട്ട് ആൾക്കാർ അറിഞ്ഞിട്ടുമില്ല എന്താന്നുള്ളത്. കാരണം സൂംബ എന്ന് പറയുന്ന ഒരു പേരിന് ഒരു ജനറൽ അർത്ഥമല്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരൊരു ക്ലാസ് പോയി അറ്റൻഡ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ വന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഒരു ജോയിൻ ചെയ്യും. അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്ന ഒരു 99% ആൾക്കാർ ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടാനേ ചാൻസും ഉള്ളൂ. അതിന് കൂടിയിട്ടേ ഉള്ളൂ. ഇവിടത്തെ കാര്യമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. ഈ സൂംബ അഭ്യസിക്കുമ്പോൾ എന്തൊക്കെയാണ് ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ്? സൂംബ ഒരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ ട്രെഡ്മിൽ ഓടുകയോ അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യുകയോ അതിനൊക്കെ വരുന്ന കാർഡിയോ വാസ്കുലർ ബെനിഫിറ്റ്സ് ആണ് സൂംബയിലും ഉണ്ടാകുന്നത്. കാലറി ബേൺ ആണ് മെയിനായിട്ട്. നമ്മുടെ ബോഡിയുടെ ഫാറ്റ് ബേൺ ആണ് നമുക്ക് ഓൾറെഡി നടക്കുന്നത് സൂംബ കൊണ്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ നമ്മൾ സൂംബ ചെയ്യുമ്പോൾ നമുക്ക് കാലറി ബേൺ ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. സോ അതാണ് മെയിനായിട്ട്. നമുക്ക് കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഭയങ്കര ഒരു ഇത്. അപ്പം ഒരു ഭാഗം മാത്രമാണ് കാർഡിയോ വാസ്കുലർ എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും കുറച്ചുകൂടെ ബ്രീതിങ് ബെറ്റർ ആവും, സ്റ്റാമിന ബെറ്റർ ആവും. അപ്പോൾ കുറേ പേർക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് യൂഷ്വലി സൂംബ പോലത്തെ ഒരു ആക്ടിവിറ്റി ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ ബ്രീതിങ് ബെറ്റർ ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എൻഡ്യൂറൻസ് ബെറ്റർ ആവും എന്നുള്ളതാണ്. ഏതെങ്കിലും പ്രത്യേക പ്രായത്തിലുള്ളവർ അങ്ങനെ സൂംബ അഭ്യസിക്കാൻ വരുന്നവരൊക്കെ ഏത് കാറ്റഗറി ഉള്ളവർ? അധികം വിമൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം എല്ലാവരുടെയും വിചാരം അത് ഡാൻസ് ആണ് പ്രൈമറിലി, അതുകൊണ്ട് വിമൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മെൻ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചത് തന്നെ ഒരു ഗൈയാണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. ഏജ് കാറ്റഗറി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പും ലൈക്ക് 12 years തൊട്ട് 72 ആണ് എൻ്റെ ഇവിടെ സ്വാഗിൽ നമുക്ക് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു പേഴ്സൺ. 72 years ആണ്. അപ്പം അങ്ങനെ ഏജ് ഇന്നൊരു കാറ്റഗറി എന്നൊന്നുമില്ല. പക്ഷെ ഒരു ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 35-40 ആണ്. ഏറെക്കുറെ ഒരു വർഷത്തോളം അന്നത്തെ വിവാദമുണ്ട്. ആ വിവാദം ഉണ്ടായിരുന്ന സമയത്ത് കുറേയും കൂടി ആളുകൾ സൂംബ എന്താണെന്നൊക്കെ അറിഞ്ഞു കൂടുതൽ ആ സമയത്തായിരുന്നു. ആ സമയത്ത് കുറേയും കൂടി ആളുകൾ സൂംബ ഏറ്റെടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഏറ്റെടുക്കാന്ന് വെച്ചാൽ ഇൻസ്ട്രക്ടേഴ്സ് ആവുന്നോ? രണ്ട് തരത്തിൽ. ഇൻസ്ട്രക്ടേഴ്സ് ആവുന്നത് ഇപ്പോഴും ഒരുപാട് പേർക്ക് അതിനൊരു ആഗ്രഹമുണ്ട്. കാരണം അത് വളരെയധികം സന്തോഷം, കുറെ മ്യൂസിക് ഉണ്ട്, കുറെ ഹാപ്പിനെസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അതൊരു സന്തോഷം തരുന്ന കാര്യമുണ്ട്. കുറെ പേർക്ക് ഇൻസ്ട്രക്ടർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിഞ്ഞു വന്നു. കാരണം കുട്ടികളുടെ സ്കൂളിൽ ആക്ച്വലി സൂംബ വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ആ ഒരു വിവാദം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് കുട്ടികളിൽ കൊടുക്കാം എന്നുള്ളത്. അത് കാരണം ഒരുപാട് പേര് വന്ന് ഈ സൂംബ സ്കൂളിലും കോളേജുകളിലും ഒക്കെ അഭ്യസിക്കണം. അതിൻ്റെ ഒരു പോസിറ്റീവ് എന്തൊക്കെയാണ്? എല്ലാവർക്കും എക്സസൈസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡ്രില്ല് PT പരിപാടി 1 2 3 4 എന്ന് പറയുന്നതിന് പകരം ഒരു വ്യത്യാസമായിട്ടൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫോർമാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അഭ്യസിച്ചു കൂടാ? കാരണം നമ്മൾ എല്ലാ പരിപാടികൾക്കും ഇപ്പോൾ ഒരു കോളേജിൻ്റെ ന്യൂ സ്റ്റുഡൻസ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കോളേജിൽ പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ പ്രാവശ്യവും പുതിയ കുട്ടികൾ വരുമ്പോൾ, പുതിയ ജോയിനീസ് വരുമ്പോൾ ഇങ്ങനെ ഒരു സുംബ സെഷൻ വെച്ചാണ് അവർ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു വെൽക്കമിങ് തോട്ടാണ്. അവർക്ക് ഭയങ്കര ഫ്രഷ് മൈൻഡോടുകൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂൾസിൽ ഒരാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ ഒരു PT പീരീഡിന് പകരം ഇത് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബെനിഫിറ്റ് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. എക്സസൈസ് കൊണ്ട് ഒരിക്കലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം ബെനിഫിറ്റ്സ് തന്നെയാണ്. ഈ ആരോഗ്യക്ഷമതയ്ക്കൊപ്പം തന്നെ മാനസികമായി എന്തൊക്കെ നേട്ടങ്ങളാണ് സൂംബ ചെയ്യുന്നതിലൂടെ? കുട്ടികൾക്ക് മാനസികമായിട്ടൊരു ശമനം കിട്ടേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾ വളരെയധികം പഠിത്തത്തിലും മറ്റുള്ള കായിക കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആണ്. പക്ഷെ അഡൾട്ട്സിന് ഒരുപാട് വർക്ക് സ്ട്രെസ് ഉണ്ട്, ഫാമിലിയിൽ സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഹെൽത്ത് ബെനിഫിറ്റ്സ് വേണ്ടിയിട്ടായിരിക്കും അവർ പലതരം കാര്യങ്ങൾ നോക്കുന്നത്. അവർക്ക് മെന്റലി സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള, കാരണം 1 മണിക്കൂർ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താണോ ആ ട്രെയിനർ ചെയ്യുന്നത് അത് നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഇവിടെ ആയിരിക്കും. അപ്പം നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ല. കാരണം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എഫേർട്ട് ഇവിടെ വിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോക്കസ് ഇവിടെ ഉണ്ടാവും. ആ ഫോക്കസ് ഇവിടെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രെസ് റിലീവ്ഡ് ആവും. അപ്പോൾ ഇതാണ് മെന്റലി സുംബ കൊണ്ട് ബെനിഫിറ്റ് ഉള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.